കുറെ കൂട്ടുകാരെ വിളിക്കുന്നു. അവർക്കൊരു സംശയമുണ്ട്. ഉസ്താദെ, പ്രണയിക്കുന്നത് തെറ്റാണോ? നിങ്ങൾക്കുമുണ്ടോ അങ്ങനെ ഒരു സംശയം? ഇസ്ലാമിൽ പ്രണയം ഒരു തെറ്റേയല്ല. ഒരാളെ മനസ്സിൽ വെച്ച് എത്രമാത്രം സ്നേഹിച്ചാലും ഇസ്ലാം അത് വിലക്കിയിട്ടുമില്ല, ഹറാമുമല്ല. അതെങ്ങനെ ആയിരിക്കണം അത് നാം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരാളുടെ അറിവിനെ, വ്യക്തിത്വത്തെ, ഒരാളുടെ സൗന്ദര്യത്തെ, കഴിവിനെ, കുടുംബത്തെയൊക്കെ നമുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. പക്ഷെ അതൊരു മരം ചുറ്റി പ്രണയമാകരുത്. പാതിരാത്രിയിൽ വേണ്ടുന്നതും വേണ്ടാത്തതെല്ലാം പറഞ്ഞ് സല്ലപിക്കാനുള്ള അവസരവുമാക്കരുത്. സഹോദര, നിനക്കൊരാളെ ഇഷ്ടപ്പെട്ടാൽ നീ അവിടെ വീട്ടുകാരുമായി സംസാരിക്ക്, എന്നിട്ട് അവളെ നിക്കാഹ് കഴിക്ക്. എന്നിട്ട് നിന്റെ ജീവിത അവസാനം വരെ നീ അവളെ പ്രണയിക്കടോ. മതിമറന്നുള്ള പ്രണയമാകട്ടെ. അതല്ലേ ദ റിയൽ ലവ്. അതല്ലേ അനന്തമായ ലോകത്തിലേക്കുള്ള പ്രണയം. ഇവിടെ മാത്രമല്ല, നാളെ സ്വർഗത്തിലും നിന്റെ ഇണയാകുന്ന പ്രിയപ്പെട്ടവളാക്ക്. ഇനി കല്യാണം ഉറപ്പിച്ചാൽ മിഠായി കൊടുക്കലും ഫോൺ കൊടുക്കലൊക്കെ അങ്ങ് മതിയാക്കടോ. അതിലൊരു ബറക്കത്തുണ്ടാവൂല. ഇത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യായോ? എടോ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങളൊക്കെ എന്റെ കൂടപ്പുറപ്പുകളല്ലേ. നിങ്ങൾക്ക് നന്മയില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമല്ലേ നമുക്കുള്ള മാതൃക. ഖദീജുമ്മ ആ നബിയെ ഹൃദയത്തിലിട്ട് സ്നേഹിച്ചില്ലേ? അബൂതാലിബ് എന്ന കൊച്ചാപ്പയോട് ഈ സന്തോഷ വാർത്ത അവർ അറിയിച്ചു. തങ്ങളവർ വിവാഹം കഴിച്ചില്ലേ? തങ്ങളുടെ എല്ലാ പ്രയാസത്തിലും, ദുഃഖത്തിലും, ദുരിതത്തിലും, കണ്ണീരിലും, ആകുലതയിലും, വ്രതകളിലും എല്ലാം ആ നബിക്കവർ താങ്ങായി, തണലായി നിന്നില്ലേ? ചിലപ്പോൾ ഖദീജമ്മ ഉമ്മയുടെ സ്ഥാനം വഹിച്ചു, ചിലപ്പോൾ ഭാര്യയുടെ, ചിലപ്പോൾ ഒരു കൂടപ്പുറപ്പിന്റെ. അല്ലാതെ ഏതെല്ലാം സമയത്തിൽ നിമിത്തങ്ങൾക്ക് പ്രയാസമുണ്ടായോ ചേർത്ത് പിടിച്ചില്ലേ? അവർ മാറോട് അണച്ചു വെച്ചില്ലേ? എല്ലാ നൊമ്പരത്തിലും തങ്ങളുടെ കണ്ണീരൊപ്പിയില്ലേ? എല്ലാ ദുരിതത്തിലും തങ്ങൾക്കവർ തങ്ങായില്ലേ? എന്തു പറ്റിയതുകൊണ്ട് നാളെ സ്വർഗത്തിൽ ആ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായില്ലേ? ഇതുപോലെയാകണം. ഇതൊക്കെ അല്ലേടോ നമ്മുടെ മാതൃക. നമുക്ക് ഇത്രയൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ആ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്തിനെ നമുക്ക് ഏറ്റുപിടിച്ച് ഇന്നലെ വരെ എന്തായിരുന്നോ അതൊക്കെ മറക്ക്. ഇത് കണ്ടു കഴിഞ്ഞത് മുതൽ നമുക്ക് മാറ്റമുണ്ടാകട്ടെ. മാറി ചിന്തിക്കടോ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ഉമ്മമാർ എന്നെ വിളിക്കുന്നുണ്ടോ? അവർ കല്യാണം ഉറപ്പിച്ച ആ പയ്യനും പെണ്ണുമായി സംസാരിച്ച് അവസാനം 90% പേരും പറയുന്നത് അത് വഴക്കിലങ്ങ് അവസാനിച്ചു, വേണ്ടായിരുന്നെന്ന് തോന്നുക. നിങ്ങൾ പലരും അത് അനുഭവസ്ഥരല്ലേ? അതുകൊണ്ടാണോ പറയാ ഒരു ഹൈറുണ്ടാവൂല. പിന്നത്തെ ജീവിതത്തിലൊക്കെ ബഹളവും വഴക്കൊക്കെ ആയിരിക്കും. നമുക്കത് വേണോ? ഇൻഷാ അല്ലാഹ് നിങ്ങളത് കേൾക്കൂലേ? നിങ്ങൾ മാറൂലേ? ഇൻഷാ അല്ലാഹ് അതിന്റെ വിശ്വാസമാ, നിങ്ങൾ മാറും.